ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ താഴത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പാനോട് ഡോറൊക്കെ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ യുദ്ധം തുടങ്ങുവാനായി ഗൈസ്. അപ്പോൾ എങ്ങനെ ഇതാ നമ്മുടെ ചായ ഇവിടെ ആയിട്ടാ. പിന്നെ ചായ ഉണ്ട്, പിന്നെ നമുക്ക് ഇതാ ഉള്ളിയും കിഴങ്ങും അങ്ങനെയൊക്കെ ഒരു കറിയാണ് കേട്ടോ. കറിയല്ല, കൂട്ടാനാണ് നമുക്കത് കടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ ആയി. ഞാൻ കടി നമ്മൾ മേലെ പോയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പാണ് ചുടുന്നത്. അപ്പോൾ അവിടെ ചുടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ കേട്ടോ നമ്മൾ അപ്പം ചുടൽ തുടങ്ങിയിട്ടോ. അപ്പം ചുടൽ ഇവിടെയും ചായ അവിടെയാണ് കേട്ടോ കാച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ചോറ് വെക്കണ്ട കേട്ടോ. അപ്പം പിന്നെ എന്താ അടുപ്പ് കത്തിച്ചെല്ലാന്ന് എഴുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ, അപ്പം ചുടാനൊക്കെ ആയിട്ട്. എന്തായാലും ഞാൻ ഈ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി പണി. പിന്നെ ഇപ്പം നമ്മൾ ഇതുണ്ടാവില്ല, നേരമ്പോഴത്തേക്ക് എന്താ നൂലും സൂചിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കണം. ഇത് ഒന്നുമില്ല കേട്ടോ. നമ്മൾ സാധിക്കും അവൻ്റെ ഒരു പാൻറ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അടിക്കാനായിട്ട് നൂലും സൂചിയൊക്കെ മാറ്റി വെക്കുവാണ്. അപ്പോൾ അവനൊന്ന് കടയിൽ കിടേണ്ട പാൻറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അതുമ്മേ ഇരുന്നിക്കുന്നത്. ഇപ്പം നമ്മൾ അപ്പം ചുടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ പണി എടുക്കുന്നത്. അല്ലാതെ നമ്മൾ അപ്പം ചുടലൊന്നും കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഇല്ല പണിയാണ് കേട്ടത്. അങ്ങനെ അപ്പം ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളപ്പം കൊണ്ട് താഴത്തേക്കോട്ടെ കേട്ടോ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ ചായ കുടിച്ച് ചോദിച്ചാൽ അവലും ചായ ഉണ്ടോ കുടിച്ചത്. അപ്പം ഒന്നും കഴിച്ചില്ല കേട്ടോ. തലവേദന ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അത് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം അവിടെ കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പം നമ്മൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒക്കെ കല്യാണം മൗലൂദൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പച്ചക്ക് പോകും പിന്നെ വന്നിട്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ഞാൻ സ്കൂൾക്ക് പോകാൻ ഇറങ്ങി. മിന്നു ഓൾറെഡി പോയിട്ടോളൂ സാദിക്കിൻ്റെ കൂടെ. ഓള് 9 മണിക്ക് പോയിട്ടോ. അപ്പോൾ ഓള് ഓൻ്റെ കൂടെ പോയി. പിന്നെ ഞാൻ പോട്ടെ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈമാണ്. അപ്പോൾ നമുക്ക് പൂളയും ചിക്കനും അങ്ങനെയുള്ളത് പിന്നെ ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് കൂട്ടാനും. കിതക്കണ് ഗൈസ്, മഴ പെയ്യണണ്ടേ പോയി ഓടിയതാണ്ട്. ഇനി കുട നിർത്താനാവില്ല എന്ന് എഴുതിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. പിന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉള്ള സൗണ്ടൊക്കെ ഇവിടെ താഴ്ന്ന് കേൾക്കലാണ്. ഇനി ഒന്ന് മേലെ അഴുകിയതിന് ശേഷമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോണേ, അല്ലെങ്കിൽ കഴിയൂല. അതിൽ പൊട്ടിക്കുവാണ്. കഴിഞ്ഞ് താഴത്തേക്ക് തന്നെ പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇപ്പം ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുന്നത് അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. ചിക്കൻ ബിരിയാണിയാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളതൊക്കെ ഒരിക്കൽ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഞാനും കാക്കുവാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിലും വലിയ കഷ്ടം കേട്ടോ. അത് അത്രയും ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു സമയത്ത് എന്ന് പറയുന്ന മാതിരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോണത്. ഒന്ന് പോയി നോക്കിയതാണ് എന്താവും എന്നറിയാം, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ നമ്മൾ 5:30 അങ്ങോട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര ടൈമെന്നാണ് 8:30 ആ ടൈം ആയിക്കോട്ടെ നമ്മൾ ഡോക്ടർ നോക്കാനായപ്പോഴത്തേക്കും. ഇതാ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയില്ല, അതേപോലെ തന്നെ കേട്ടോ. എരുതില്ലോല് നമ്മളെ മുന്നിൽ കൂടി കയറി പോകും കേട്ടോ. പിന്നെ അവസാനം നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ, ആൾക്കാരവിടെ ക്യൂ നിന്ന് കുഴങ്ങിയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ പോന്നപ്പോൾ മഴയാണ് കേട്ടോ. ഞങ്ങളൊക്കെ കോട്ടിട്ടപ്പോൾ മഴ പോയി. അങ്ങനെതാ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്ന സമയം കണ്ടിട്ടോ 9 മണി. ഞാൻ താഴത്തേക്ക് പോട്ടെ, അവിടെയാണ് നമ്മൾ ഫുഡ് ശരിയാക്കാനുള്ളത്.
ഫുഡ് നേരാക്കട്ടെ. ഫുഡ് ചൂടാക്കുകയൊക്കെ വേണം. അതിന് പോട്ടിട്ടോ മിന്നുസേ ഡേ പോരെ ഇനി വാ. എന്തിയേ പുറത്തത് എപ്പോഴും മഴ നിൽക്കാതെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഏതായാലും അങ്ങോട്ട് പോട്ടെ കേട്ടാ. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ തന്നെ ബീഫ് സുർബിയാനാണ് കേട്ടോ. ബീഫ് സുർബിയാന് തൈര് ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കണത് കേട്ടോ. അങ്ങനെ ഇപ്പൊക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അപ്പം ചുട്ടുകൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അപ്പം കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ ബീഫുണ്ട് കേട്ടോ, നമുക്ക് റൈസിലത്തെ ബീഫുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഇപ്പം രാത്രി അപ്പം കഴിക്കണത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉപ്പാക്കില്ല അപ്പമൊക്കെ ചുട്ടു കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. സാധിക്കുന്നില്ല ചോറും ചൂടാക്കി വെച്ച് അവിടെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നു. എനിക്കില്ല ഗുളികയൊക്കെ കുടിച്ച് നീ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷം എന്ന് പറയാനേ. സത്യം പറയാമല്ലോ ഒന്ന് കാല് കഴിയുന്നുണ്ട് കേട്ടോ. ആ വേദന എപ്പോഴും മാറിയിട്ടില്ല. ഇനി ഒന്ന് കിടന്നുറങ്ങിയാലേ ശരിയാവുള്ളൂ. വന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇരിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. വന്ന് പിന്നെ നമ്മളെ കുളി ഇതും കഴിഞ്ഞ് പിന്നെ അങ്ങനെ നേരെ ചോറ് ചൂടാക്കണ തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.